CPM ജയിച്ചാൽ ആഹാ, CPM തോറ്റാലോ ഓഹോ. ഇപ്പം നമ്മുടെ CPM-ന്റെ മുതിർന്ന നേതാവ് M.M. മണി ഒരു വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട് ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് പിന്നാലെ. അതായത് ക്ഷേമ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങി നല്ല ഭംഗിയായിട്ട് ശാപ്പാടടിച്ച ശേഷം ആളുകൾ അവർക്കെതിരെ വോട്ട് കുത്തിയെന്നാണ് M.M. മണി പ്രതികരിച്ചിരിക്കുന്നത്. ഈ M.M. മണിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്? സത്യത്തിൽ അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് മണി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. മണി പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ വോട്ടർമാരുടെ ഈ ഒരു എന്താ പറയുക നിലപാടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരാണ് മണിയെ സമീപിച്ച് ചോദിച്ചത്. പൊതുവെ നമുക്കറിയാം മണി ഒരു നിയന്ത്രണവുമില്ലാതെ സംസാരിക്കുന്ന ആളാണ്. എന്തും വിളിച്ചു പറയും. അത്യാവശ്യം മോശപ്പെട്ട അശ്ലീലം പറയുന്നതിനും മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കുന്നതിനും ഒന്നും മണിക്ക് മടിയില്ല. മുമ്പ് CPM-കാർ കോൺഗ്രസ് പ്രവർത്തകരെ ഇടുക്കിയിൽ കൊല ചെയ്തതുപോലും മണി ഇത്തരത്തിൽ ഒരു പ്രസംഗത്തിൽ പച്ചയ്ക്ക് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതിൻ്റെ പേരിൽ കേസ് വരെ ഉണ്ടായി. പിന്നീട് ആ കേസൊക്കെ തേഞ്ഞുമാഞ്ഞു പോയി. പക്ഷേ ഇവിടെ മണി കടുത്ത ഭാഷയിലാണ് വോട്ടർമാരെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത്. അതായത് മണി പറഞ്ഞത് പെൻഷൻ വാങ്ങി ശാപ്പിട്ടിട്ട് നൈമിഷികമായ വികാരത്തിന് അടിമപ്പെട്ട് എല്ലാവരും വോട്ട് ചെയ്തു. ജനങ്ങൾ കാണിച്ചത് നന്ദികേടാണ്. ആ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. പെൻഷനൊക്കെ വാങ്ങിച്ച് സാമൂഹിക ക്ഷേമ പെൻഷനും ആനുകൂല്യങ്ങളും ഒക്കെ സർക്കാർ ഒരുപാട് കൊടുത്തു. അതെല്ലാം വാങ്ങി ശാപ്പിട്ടിട്ട് നൈമിഷികമായ വികാരത്തിന് അടിമപ്പെട്ട്, ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം, നൈമിഷികമായ വികാരത്തിന് അടിമപ്പെട്ട് ജനം എല്ലാവരും വോട്ട് ചെയ്തു. ജനങ്ങൾ കാണിച്ചത് നന്ദികേടാണ്. തോൽവിയോടുള്ള അമർഷമാണ് മണി രേഖപ്പെടുത്തിയതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ഇത് സത്യത്തിൽ തോൽവിയോടുള്ള അമർഷമാണോ? അല്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഒരു സർക്കാർ രാജ്യത്തെ ജനങ്ങൾക്ക്, നാട്ടിലെ വോട്ടർമാർക്ക് ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇതൊന്നും ഈ സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു നേതാവിൻ്റെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ നികുതി പണമാണ്. ജനങ്ങൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് കൃത്യമായിട്ട് അതിൻ്റെ ബജറ്റ് അനുസരിച്ചുള്ള വിഹിതം ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അത് ജനങ്ങൾക്ക് കൃത്യമായി കൊടുക്കുന്നു. ഇവിടെ നമുക്കറിയാം ഈ ക്ഷേമ പെൻഷനുകളെല്ലാം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതെല്ലാം നേരെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. വോട്ടർമാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അതൊന്നും ഇടനില നിന്ന് ആരും തട്ടിയെടുക്കുന്നില്ല. കേരളത്തിൽ അങ്ങനെയാണോ? സഹകരണ ബാങ്കുകൾ വഴിയാണ് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നത്. KSRTC-യുടെ പെൻഷൻ പോലും കൊടുക്കുന്നത് സഹകരണ ബാങ്ക് വഴിയാണ്. അതിനകത്തൊക്കെ വലിയ കളിപ്പീരുകളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ മണി ഇത് പറഞ്ഞത് മണിക്ക് അറിയാത്ത കാര്യമല്ല. നികുതി പണത്തിൽ നിന്നെടുത്താണ് ഇത് കൊടുക്കുന്നത്, അല്ലാതെ സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് M.M. മണിക്കറിയാം. പിന്നെ എന്തിന് മണി ഇത് പറഞ്ഞു? വളരെ കൃത്യമാണ്. തോൽവിയുടെ ആഘാതം മറച്ചു വയ്ക്കണം, ചർച്ച വഴിതിരിച്ചു വിടണം. അപ്പോൾ മണിയെപ്പോലെ ഇത്തരത്തിൽ സംസാരിക്കുന്ന, അശ്ലീലം പറയുന്ന ഒരു നേതാവ് എന്തെങ്കിലും വിടുവായത്തനം പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മാധ്യമപ്രവർത്തകർ കൊമ്പും കുഴലും എടുത്തുകൊണ്ട് അതിൻ്റെ പുറകെ ഓടും. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ അന്തിച്ചർച്ച ഈ മണി പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരിക്കും. തെരഞ്ഞെടുപ്പിൽ CPM-ന് ഇത്ര വലിയ തോൽവി നേരിട്ടതിൻ്റെ കാരണങ്ങൾ ആരും ചർച്ച ചെയ്യില്ല. അവിടെ വളരെ സമർത്ഥമായിട്ട് CPM-നെ ജനം എന്തുകൊണ്ട് തോൽപ്പിച്ചു, ഇത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് LDF-ൻ്റെയും CPM-ൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിന് കുഴലൂതുന്ന M.M. മണിയുടെയും ഒക്കെ ആവശ്യം അതാണ്. അതുകൊണ്ട് എന്തു ചെയ്യും? വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ, മാധ്യമങ്ങൾ അടക്കമുള്ളവയുടെ ശ്രദ്ധ തിരിക്കാൻ ഇത്തരം വിടുവായത്തനങ്ങൾ പറയും, അശ്ലീലം പറയും, മോശപ്പെട്ട പദങ്ങൾ പ്രയോഗിക്കും. വോട്ടർമാരെ മുഴുവനും ഇനിയിപ്പോൾ ഇതാണല്ലോ ഇപ്പോഴത്തെ ചർച്ച. ഈ നിമിഷം എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പോലും ആദ്യം എന്താണ് പറഞ്ഞത്? വോട്ടർമാരെ അപമാനിച്ചു. ശരിയാണ്, മണി വോട്ടർമാരെ അപമാനിച്ചിരിക്കുന്നു. സത്യത്തിൽ
ആരെങ്കിലും പരാതിയുമൊക്കെ ആയിട്ട് പോയാൽ മണിക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മണിയുടെയും LDFിൻ്റെയും CPMൻ്റെയും ആവശ്യം ജനശ്രദ്ധ തിരിച്ചുവിടുക. എന്താ, CPM കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടരുത്. തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തി നഗരസഭയിൽ, അത് ചർച്ച ചെയ്യപ്പെടരുത്. അതിന് പകരം ഇതുപോലെയുള്ള വൃത്തികേടുകൾ മണി പറഞ്ഞതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇതൊരു ഒരു പ്രത്യേക അജണ്ടയാണ്. ഈ അജണ്ട ലോകത്ത് മറ്റാരെക്കാളും നന്നായിട്ട് പയറ്റുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, മാർക്സിസ്റ്റുകാരാണ്. ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും CPMകാരാണ്. ഇത് അവർ പണ്ട് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പയറ്റിയതാണ്. കേരളത്തിലും പണ്ട് പയറ്റിയിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ള അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി ജനദ്രോഹ വിഷയങ്ങൾ അതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല CPMൻ്റെ പരാജയ കാരണം. CPMൻ്റെ പരാജയ കാരണം എന്താണ്? ഈ ക്ഷേമ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ച് ശാപ്പിട്ടിട്ട് ഏതോ നൈമിഷികമായ വികാരത്തിന് അടിമപ്പെട്ട്, നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത് പൊതുവേ. ഈ ആൾക്കാരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് പറയുന്നത് പെട്ടെന്നൊരു വികാരത്തിന് അടിമപ്പെട്ട് ചെയ്തു പോയതാണ് എന്നാണ് പറയുക. അപ്പോൾ നൈമിഷികമായ ഒരു നിമിഷത്തെ ഒരു ചാഞ്ചല്യം. അതുകൊണ്ട് അങ്ങനെ സാധാരണ ഇത് പറയുന്നത് മറ്റൊരു പ്രകരണത്തിലാണ്. ഞാൻ ആ പ്രകരണം ഇവിടെ വർണ്ണിക്കുന്നില്ല. അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് അവസാനം വ്യാഖ്യാനിക്കേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത്തരത്തിലുള്ള നെറികെട്ട വർത്തമാനമാണ് MM മണി പറഞ്ഞിരിക്കുന്നത്. അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ പരാജയത്തിൻ്റെ നാറ്റം, ഈ CPM ഇങ്ങനെ കനത്ത തോൽവി ഏറ്റുവാങ്ങാനുണ്ടായ കാരണം അത് ചർച്ച ചെയ്യപ്പെടരുത്. അത് ജനശ്രദ്ധ അതിൽ നിന്ന് തിരിച്ചുവിടണം. അതിനുവേണ്ടി ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം. എന്നു മാത്രമല്ല, കേരളത്തിൽ ഇടക്കാലത്ത് നടക്കാതിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ വീണ്ടും കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെട്ടാൽ അവരുടെ നില തെറ്റും. അവരെന്തും ചെയ്യും. ആ ഹാലിളകി അവർ ആരെയും വകവരുത്താൻ മടിക്കില്ല എന്ന് നമുക്ക് മുമ്പും പലപ്പോഴും അനുഭവങ്ങളുണ്ട്. ഇവിടെ അതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഭാവി വളരെ സങ്കീർണമാണ്. CPM പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആയുധമെടുക്കാനും അവർ മടിക്കില്ല. അതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ MM മണിയുടെ ഈ വാചക കസർത്ത് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഇത് മറ്റൊന്നിനുമല്ല. സമർത്ഥമായിട്ട് CPMൻ്റെ പരാജയം മറച്ചു വയ്ക്കാനും ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ശ്രദ്ധ മറ്റ് വിഷയങ്ങളിൽ നിന്ന്, അതായത് പരാജയ കാരണങ്ങളിൽ നിന്ന് മാറ്റി ഈ MM മണിക്ക് പുറകെ കൊണ്ടുപോകാനുള്ളൊരു കുൽസിത നീക്കം മാത്രമാണ് ഈ നടന്നിരിക്കുന്നത്. MM മണിയുടെ അതേ നിലപാട് തന്നെയാണ് മറ്റ് CPM നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്കെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയുണ്ടായി. അതിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, VD സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം CPMനെ അടിക്കാൻ കിട്ടിയ ഒരു വടി നന്നായിട്ട് ഉപയോഗിച്ചു, കേരളത്തിലെ വോട്ടർമാരെ അപമാനിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാനത് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കണ്ടു. അദ്ദേഹം ഇതിനെതിരെ, മണിയുടെ ഈ നിലപാടിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയാതെ വിട്ടുകളഞ്ഞൊരു സംഗതി, ഇത് CPMൻ്റെ ഒരു അജണ്ടയാണ്. CPMനെ നമ്മൾ മനസ്സിലാക്കണം. വാരിക്കുഴി ഒരുക്കി കൊമ്പനെ വീഴ്ത്താൻ കാത്തിരിക്കുന്ന ഒരു ചതിയാണ് CPMൻ്റെ കൈവശമുള്ളത്. അവരത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കും. നമ്മൾ വിചാരിക്കും ഈ വായ് പോയ കോടാലിയാണല്ലോ ഈ MM മണി. ഒന്നുമല്ല, അയാൾ വളരെ ബുദ്ധിമാനാണ്. വളരെ ആസൂത്രിതമായി പറഞ്ഞതാണ്, കൃത്യമായിട്ട് പഠിച്ചു പറഞ്ഞതാണ്. അല്ലാതെ ഈ നേരത്തെ മണി തന്നെ ഉപയോഗിച്ച വാക്ക് നമുക്ക് പറയാം, നൈമിഷികമായ വികാരത്തിന് അടിമപ്പെട്ട് പറഞ്ഞതൊന്നുമല്ല. കൃത്യമായിട്ട് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി CPMൻ്റെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് VD സതീശൻ എത്ര മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അദ്ദേഹം സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്തി. MM മണി പറഞ്ഞതിലെ ശരിതെറ്റുകളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സത്യത്തിൽ അത് വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പണ്ട് ഇതുപോലെ VS പറയുമായിരുന്നു, മദ്യവും പണവും ഒഴുക്കി UDF നേടിയ വിജയം എന്ന് പറയുമായിരുന്നു. സത്യത്തിൽ അത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ അദ്ദേഹം അന്നിത് പറഞ്ഞു.
നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ആ പ്രദേശത്തെ വോട്ടർമാരെ അപമാനിക്കാനാണ്. അവിടെ എന്തുകൊണ്ട് CPM തോറ്റു, എന്തുകൊണ്ട് UDF ജയിച്ചു എന്നല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ അപമാനിച്ചു, വോട്ടർമാരെ അപമാനിച്ചു, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവർക്ക് അവരുദ്ദേശിച്ച കടവിൽ കൊണ്ട് വഞ്ചി കെട്ടി. അതാണ് CPM. അത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക്, ഇതര രാഷ്ട്രീയ നേതാക്കൾക്ക് എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഗീബൽസിൻ്റെ തന്ത്രം, നുണ ആവർത്തിച്ച് നുണ പറഞ്ഞ് സത്യമാക്കി മാറ്റുന്ന ഗീബൽസിൻ്റെ തന്ത്രം, അത് കേരളത്തിൽ, ഇന്ത്യയിൽ പയറ്റാൻ CPM-നുള്ള കഴിവ് ലോകത്ത് വേറെ ആർക്കുമില്ല. അതിനുള്ളൊരു സിസ്റ്റം തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടുന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ കയ്യിലുണ്ട്, അതിനുള്ള PR ഏജൻസികൾ അവരുടെ കയ്യിലുണ്ട്. ഇത് നോക്കൂ, ഇനിയിപ്പോൾ ഈ വാർത്ത ഇങ്ങനെ അങ്ങ് പറഞ്ഞു പൊലിപ്പിക്കും, മണിക്കെതിരാക്കും. അപ്പോൾ ചർച്ച CPM-ന്റെ പരാജയ കാരണങ്ങളിൽ നിന്ന് മാറി മണിയുടെ വിടുവായത്വത്തിലേക്ക് പോകും. ഇത് ഒരു തന്ത്രമാണ്. അത് UDF-ഉം BJP-യും എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല.